UDFന്റെ മുൻപിൽ ഒരു വിജയ സാധ്യത തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ഈ തിരഞ്ഞെടുപ്പിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഒരു പങ്ക് മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും വിജയിക്കുന്ന സ്ഥിതിയാണ് UDFിനുള്ളത്. അതായത് CPM കോട്ടകൾ ഒഴികെ UDF ഒരിക്കലെങ്കിലും വിജയിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ പോലും UDF സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു കയറാവുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് ജനങ്ങൾ കരുതിയിരുന്നത്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ. ടീം UDF ആണ്, ഒറ്റക്കെട്ടാണ് എന്ന പ്രസ്താവനകൾ എല്ലാം വെറും വാക്കായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നടക്കുവാൻ 3 ആഴ്ചകൾ മാത്രം ശേഷിച്ചിരിക്കെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ വലിയ തർക്കങ്ങളാണ് ഡൽഹിയിൽ അരങ്ങേറുന്നത് എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ക്ഷുഭിതരായാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ശരിക്കും എന്താണ് ഡൽഹിയിൽ സംഭവിക്കുന്നത്? ചർച്ചകൾ തുടങ്ങി തുടർച്ചയായി ഒരാഴ്ച പിന്നിടുമ്പോഴും ഒരു തീരുമാനത്തിലേക്കും എത്തുവാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാണ്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളിൽ ഏറ്റവും അധികം അംഗങ്ങളുടെ പിന്തുണ ഉള്ള നേതാവിനാണ് മുഖ്യമന്ത്രിയാകുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം തർക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്നത്. കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അവരെ പിന്തുണയ്ക്കുന്ന അവരുടെ നോമിനികളെ സ്ഥാനാർത്ഥികളാക്കുവാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ. പല സീറ്റുകളിലും നേതാക്കൾ എല്ലാം അവരുടെ നോമിനികളെ നൽകിയിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഒരാളെ സ്ഥാനാർത്ഥിയായി നിർണയിക്കുവാൻ കഴിയാത്ത വിധമുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നേതാക്കൾ ആരും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്ന നേതാക്കളുടെ മുഖഭാവത്തിൽ നിന്ന് അതിന്റെ ദേഷ്യവും അമർഷവുമെല്ലാം മനസ്സിലാക്കുവാനും സാധിക്കും. ചൂടേറിയ തർക്കങ്ങളിലൂടെ പല നേതാക്കൾക്കും അവരുടെ ശബ്ദം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിൽ ഈ ഒരു അധികാര പോരാട്ടം പുതിയതല്ല. തന്ത്രപരമായി നീങ്ങിയെങ്കിൽ മാത്രമേ എത്ര പിന്തുണകൾ ഉള്ള നേതാവിനും അതുവഴി അധികാരം നേടുവാൻ കഴിയുകയുള്ളൂ. എത്രയധികം സീനിയോറിറ്റി ഉണ്ടെങ്കിൽ പോലും പിന്തുണയ്ക്കുവാനുള്ള നിരയെ തയ്യാറാക്കിയില്ലെങ്കിൽ മുഖ്യസ്ഥാനത്തേക്ക് എത്തുവാൻ ഒരു നേതാവിനും കഴിയില്ല. കോൺഗ്രസിലെ നിയമസഭാ അംഗങ്ങൾക്കിടയിൽ ഏറ്റവും സമ്മതനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയെ പിന്തള്ളി ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയാകുവാൻ അന്ന് സാധിച്ചത്. അന്ന് സംഭവിച്ച പിഴവ് ഇന്ന് പരിഹരിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് രമേശ് ചെന്നിത്തല. ഈ പ്രാവശ്യം ഏറ്റവും അധികം സ്ഥാനാർത്ഥികളായത് രമേശ് ചെന്നിത്തലയുടെ നോമിനികൾ ആണെന്നാണ് പുറത്തു വരുന്ന വിവരം. KC വേണുഗോപാൽ നോമിനികളെ സ്ഥാനാർത്ഥികളാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ VD സതീശൻ മുന്നോട്ട് വെച്ച പല നോമിനികളും തഴയപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ അടുത്ത UDF മുഖ്യമന്ത്രിയായി തെളിഞ്ഞു വരുന്നത് രമേശ് ചെന്നിത്തല തന്നെയാണ്. സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ച് നിയമസഭയിൽ എത്തിയാൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുവാൻ കഴിയുമെന്ന മോഹം നടക്കുവാനുള്ള യാതൊരു വഴിയും കാണുന്നില്ല. നിയമസഭയിലേക്ക് മത്സരിച്ചില്ലെങ്കിൽ പോലും UDF വിജയിക്കുന്ന ഘട്ടത്തിൽ അംഗങ്ങളുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയാവുകയും തുടർന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാമെന്നുമാണ് KC വേണുഗോപാൽ കരുതുന്നത് കണക്കാക്കാം. പിന്തുണയുടെ കാര്യത്തിൽ മുന്നേറുവാൻ VD സതീശനും ശ്രമിക്കുന്നുണ്ട്. ഈ 1-2 ദിവസത്തെ സ്ഥാനാർത്ഥി നിർണയമാണ് ഓരോ നേതാക്കളുടെയും ഭാവി നിർണയിക്കുന്നത്. പിണറായി വിജയൻ സഞ്ചരിച്ച അത്യാഡംബര കാറുകളും കോൺവോയും ഒക്കെ ലഭിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ തൊണ്ടപൊട്ടി അലറി മേൽക്കൈ നേടണം. ഈ അവസരം നഷ്ടപ്പെടുന്ന ഓരോ നേതാക്കൾക്കും പിന്നീട് ഒരു അവസരം ലഭിച്ചെന്നും വരില്ല. പ്രായം കൊണ്ട് അവശനായി പോയെന്ന് വരാം. 5 വർഷങ്ങൾക്ക് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടി ഉണ്ടായാൽ വീണ്ടും പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വരികയും ചെയ്യും. ഏതായാലും ഏത് മുന്നണിയിലെ ആര് മുഖ്യമന്ത്രിയായെങ്കിലും ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേരളം ലോകത്തിനൊപ്പം വളരും. അതിനായി നാം ഓരോരുത്തരും ശബ്ദമുയർത്തും, കാവൽക്കാരാകും, സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. കേരളത്തിന്റെ വികസനത്തിന് അവകാശവാദം ഉന്നയിക്കുവാൻ ഒരു മുന്നണിക്കും യോഗ്യതയില്ല. ചില വികസന മുരടിപ്പുകൾ മാത്രമാണ് ഈ രാഷ്ട്രീയ കക്ഷികളെ കൊണ്ട് ഉപകാരമുണ്ടായിട്ടുള്ളൂ. ജനങ്ങളുടെ പ്രതിഷേധവും സമരങ്ങളുമാണ് ഓരോ നാട്ടിലും വികസനമെത്തുവാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയത്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് വലിയ വിലയുണ്ട്. അതുകൊണ്ട് ആർക്കും വോട്ട് ചെയ്യുകയില്ല എന്ന് ചിന്തിക്കരുത്. പോളിംഗ് ദിവസം രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ നിങ്ങളെ വിളിക്കുമ്പോൾ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക. ഒരു പൗരൻ എന്ന നിലയിൽ സമ്മതിദാനാവകാശം ഏറ്റവും ഡിമാൻഡോടുകൂടി ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്.